പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, വായില്ല, ചെവിയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രണയത്തിന് കുറച്ച് കണ്ണും മൂക്കും ചെവിയൊക്കെ തുറന്നിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളൂ. എനിക്കങ്ങനെ തോന്നി. ഈ തോന്നാനായിട്ടൊരു കാരണം ഉണ്ടായത് യാസിർ ഷിബില ആ ഒരു ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. ഷിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൾ അത്രയും കാലം പ്രണയിച്ച് വിവാഹം കഴിച്ച് അതും വീട്ടുകാരുടെ ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കല്യാണം കഴിച്ച് ഇവർ പ്രശ്നമായി ലാസ്റ്റ് യാസിർ ഷിബിലിനെ കൊന്നു. ഇതില് എന്ത് സംഭവിച്ചല്ലേ, ഇതില് യാസിർ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നത് മുമ്പേ തന്നെ, അതായത് ഈ പ്രണയിക്കുന്ന കാലത്ത് തന്നെ ഷിബിലക്ക് അറിയായിരുന്നു അത്ര. ഞാൻ ആലോചിക്കായിരുന്നു, ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ശരിയാവും, കല്യാണം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും അവനെ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഉണ്ടായിട്ടായിരിക്കാം ആ കുട്ടി ഈ ഒരു സംഭവത്തിന് മുതിർന്നിട്ടുണ്ടാവും, അവനെ കല്യാണം കഴിക്കാൻ മുതിർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രണയത്തിന്റെ ആ ഒരു സംഭവത്തിൽ മുഴുകിയിട്ടുണ്ടാവും. വട്ടവർ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് മാറ്റാം, അവനെ ശരിയാക്കാം എന്നുള്ള ചിന്ത വെച്ചിട്ട് ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഒക്കെ പ്രണയത്തിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഉന്നാര മക്കളെ, ഒരിക്കലും ശരിയാവൂല. കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത വെക്കരുത്. കാരണം കല്യാണം കഴിഞ്ഞാൽ ഒന്നും കൂടി ഓപ്പൺ അപ്പ് ആവാണ് ചെയ്യാം. അതായത് നമ്മളുതായി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായത് അവരുതായി, നമ്മൾ അവരുതായി, ഇതുവരെയുള്ള ബൗണ്ടറീസ് ഒക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നുകൂടെ ഓപ്പൺ അപ്പ് ആവാണ്. അവരെന്നല്ല, നമ്മളായാലും ആരായാലും ഒന്നുകൂടെ ഓപ്പൺ അപ്പ് ആവുക ചെയ്യാം. ഈ മറച്ചു വെച്ചതൊക്കെ ഒന്നുകൂടി പുറത്ത് വരും. ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് അവൻ എന്നോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ ആകെ മാറി. അങ്ങനെ ഉണ്ടാവും, കാരണം അവൻ്റെതാണെന്നുള്ളൊരു സംഭവം ഉറപ്പ് കിട്ടാണ്. സോ നിങ്ങളിപ്പോ ഒരു തെറ്റായ റിലേഷൻഷിപ്പിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ, അതായത് അവൻ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, പ്ലീസ്. ജാപ്പനീസിലെ ഒരു കോട്ടുണ്ട്, ഇഫ് യു ഗെറ്റ് ഓൺ ദ റോങ് ട്രെയിൻ മേക്ക് ഷുവർ ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നിയറസ്റ്റ് സ്റ്റേഷൻ. The longer it takes for you to get off, the more expensive the return trip will be. അതായത് നിങ്ങളൊരു റോങ് ട്രെയിനിലൂടെയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാൻ നോക്കുക. അതായത് നിങ്ങളൊരു റോങ് റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുക, അവിടെ നിർത്തിപ്പോയി. കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മളിത് ശരിയാവും എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ച് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിട്ടേൺ ട്രിപ്പിന് ഭയങ്കര എക്സ്പെൻസീവ് ആവും. സോ ബി കെയർഫുൾ.